എല്ലാവർക്കും ഗണിത് ട്രിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിനോടനുബന്ധിച്ച് മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ക്വസ്റ്റ്യൻ പൂർണ്ണമായും സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഓരോ ക്വസ്റ്റ്യനുകളെയും പ്രത്യേകം വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലായിട്ട് ഒന്നുകൂടെ ബുക്കിൽ എഴുതാനായിട്ടൊക്കെ ശ്രമിക്കണം. എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ, അത് ചെയ്തിരിക്കുന്ന രീതികൾ. പിന്നെ മാക്സിമം നിങ്ങളിതൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിത് ഈ ചാനലിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസങ്ങൾ ഓരോ ആഴ്ചയിലും നമ്മൾ 3 വീഡിയോ വരെ ഇടുന്നുണ്ട്, പ്രാക്ടീസ് വീഡിയോസായിട്ട്, ലാസ്റ്റ് ഗൈഡും LDC ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. പിന്നെ മാക്സിമം നിങ്ങൾക്ക് കുറേ സുഹൃത്തുക്കളുണ്ടാവും PSC പഠിക്കുന്നവരാണ്, അവർക്കൊക്കെ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വഴി അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്നാൽ നേരിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ചോദ്യം വായിക്കുക. 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്ര? അപ്പം നമുക്ക് ഇതിനെ 2-3 തരത്തിൽ ചെയ്യാം. 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ. വേണമെങ്കിൽ 25ൻ്റെ സ്ക്വയർ 625 എന്ന് പറയാം. 4ൻ്റെ സ്ക്വയർ 16 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് രണ്ടിനും കൂടി ഇൻറ്റു ചെയ്യാം. അതിനേക്കാൾ എളുപ്പത്തിൽ 25 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 25 2 തവണ വേണം. 4ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4ഉം എത്ര തവണ വേണം? 2 തവണ വേണം. ഇത്രയും ആളുകളെ ഇൻറ്റു ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 25 4 കൂടെ ഒന്ന് ഗുണിക്കാം. 25 × 4 എന്ന് വെച്ചാൽ 25നെ 4 വെച്ച് ഗുണിച്ച് നോക്കിയാൽ നമുക്കറിയാം എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ ഇത് 100 ഇവിടെ ഗുണിക്കുമ്പോൾ എത്ര തന്നെ കിട്ടാം? 100. ഇനി ഈ രണ്ടാളെയും കൂടെ ഗുണിച്ചാൽ മതി. 100 × 100. 100 × 100 എന്ന് വെച്ചുമ്പോൾ 1 കാണിക്കണം ആദ്യം. കാര്യം 1 കൂടെ ഗുണിച്ചു. ഇനി എത്ര 0 ഉണ്ട്? 2 2 4 0. അപ്പോൾ 2 4 0 കാണിച്ചാൽ മതി. അങ്ങനെ 10,000 എന്ന് നമുക്ക് കിട്ടും. ആ 10,000 എന്ന് പറയുന്നത് നമ്മുടെ B ഓപ്ഷനാണ്. നമ്മുടെ ഓപ്ഷൻ്റെ അത് B ആണ്. ചോദ്യം വായിക്കുക. 48 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ നമുക്ക് 2 കാര്യം ഓൾറെഡി ചോദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം വേഗത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗത എന്ന് പറയുന്നത് എത്രയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? വേഗത 48 km/മണിക്കൂർ. ഇനിയോ എത്ര മണിക്കൂർ? 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. എന്ന് വെച്ചാൽ സമയവും നമുക്ക് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മണിക്കൂർ എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യുക? വേഗത എന്ന് പറയുന്ന ആളെ സമയം എന്ന വസ്തുത കൊണ്ട് ഗുണിക്കണം. വേഗത എത്രയുണ്ട് ഇവിടെ? 48. 48നെ നമുക്ക് എത്ര വെച്ച് ഗുണിക്കാം? 5 വെച്ച് ഗുണിക്കാം. 42 ഇങ്ങനെ സൈഡിലൊന്ന് 5 വെച്ച് ഗുണിച്ചുകൊള്ളുക. ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. 48 × 5 എന്ന് പറയുമ്പോഴത്തേക്ക് 42 പകുതി 24, 240 കിലോമീറ്റർ എന്നാണ് ആൻസർ. നമുക്കപ്പോൾ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. 240 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1നും 4നും ഇടയിലുള്ളതേത്? നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന ആ ഫ്രാക്ഷനൊക്കെ നിങ്ങൾ നോക്കി. 1/2, 3/4, 4/7, 7/2. ഇതിലാരാണ് 1നും 4നും ഇടയിൽ? നമ്മൾ ഈ 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അര എന്ന് വെച്ചാൽ 0.5 എന്നാണ്. ഉണ്ടോ? 1നും 4നും ഇടയിലല്ല. 1 4 ഇയാളുടെ ഇടക്കല്ല ഈ 0.5. 3 4 മുക്കാൽ അല്ലേ? 3/4 എന്ന് വെച്ചാൽ മുക്കാൽ എന്ന് വെച്ചാൽ 3/4 കിലോ എന്ന് വെച്ചാൽ എന്താ? 0.75 എന്നർത്ഥം. കണ്ടോ? നമുക്ക് ഈ 4/7 വേണമെങ്കിൽ നമുക്കൊന്ന് ഡിവൈഡ് നോക്കാം. 4-നകത്ത് എഴുതി 7 പുറത്ത് എഴുതി നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടോ? 4ൽ അടങ്ങത്തില്ല. അപ്പം നമ്മൾ 0 ഇട്ടിട്ട് ദശാംശം കൊടുക്കണം. ദശാംശം ഇട്ട് കൊടുക്കുമ്പോൾ 40. 40ൽ 7 എത്ര പ്രാവശ്യമുണ്ട്? 7 5
35 അങ്ങനെ പോകുന്നു. അപ്പോൾ എന്ത് വന്നാലും 0.5 ആണ്, ഒന്നിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആരാ? 7/2 ആണ്. 7/2 എന്ന് വെച്ചാൽ 3.5 എന്നാണ്. 7/2 എന്ന് വെച്ചാൽ 3.5. അപ്പോൾ 1നും 4നും ഇടക്കുള്ളത് 3.5 ആണ്. അപ്പോൾ 7/2 എന്നാണ് നമ്മുടെ ആൻസർ. ഇതങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാതെയും പറയാം. നമ്മളിത് ഓർത്തിരിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. നമുക്കൊരു ഫ്രാക്ഷൻ തരുമ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ചെറുതായിട്ട് തരും, ഡിനോമിനേറ്റർ വലുതായിട്ട് തരും. എന്ന് വെച്ചാൽ മുകളിൽ ചെറിയ സംഖ്യ ഫ്രാക്ഷനായിട്ട് വരുന്നതിൽ മുകളിൽ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ അംശം അത് ചെറിയ സംഖ്യയായിട്ടും ഡിനോമിനേറ്റർ വലിയ സംഖ്യയായിട്ടും വരും, ഛേദം വലിയ സംഖ്യ. അപ്പോൾ മുകളിൽ ചെറിയ സംഖ്യ, താഴെ വലിയ സംഖ്യ. അങ്ങനെ വന്നാൽ ഓർക്കുക, അങ്ങനെയുള്ള ഭിന്നങ്ങളുടെ വില എപ്പോഴും ഒന്നിനേക്കാളും ചെറുതായിരിക്കും. ഇനി തിരിച്ചുണ്ട്. നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുന്ന താഴെയുള്ള സംഖ്യ ചെറുതായിട്ട് വരാം, മുകളിലുള്ള സംഖ്യ വലുതായിട്ട് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഓർത്താൽ മതി, മുകളിലാണ് ചെറിയ സംഖ്യ വന്നിരിക്കുന്നതെങ്കിൽ എപ്പോൾ ഓർക്കുക, അയാൾ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. താഴെയാണ് ചെറിയ സംഖ്യ വന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും അയാൾ ഒന്നിനേക്കാളും വലുതായിരിക്കും എന്ന ആശയം ഉപയോഗിച്ചാലും ഇത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എനിവേ, എങ്ങനെയായാലും നമുക്ക് എൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ 2 തരത്തിൽ ഞാൻ പറഞ്ഞു. ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തു വരിക. അടുത്ത ചോദ്യം, 3/4, 5/8 എന്നീ സംഖ്യകളുടെ ലസാഗു അഥവാ LCM എത്ര? 2 ഫ്രാക്ഷനേ ഉള്ളൂ നമുക്ക്. അപ്പോൾ സംഖ്യകൾ ആരൊക്കെയാണ്? 3/4, 5/8. ഈ 2 ഫ്രാക്ഷൻ, 2 ഫ്രാക്ഷനുകളുടെ LCM ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം LCM ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ന്യൂമറേറ്ററുകളുടെ LCM കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ HCFും കണ്ടുപിടിക്കണം. ആ പറയുന്നതാണ് മുകളിൽ അംശത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ LCM ആണെങ്കിൽ അംശങ്ങളുടെ LCM, എന്നിട്ട് നേരെ തിരിച്ച് ഛേദങ്ങളുടെ HCF. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ന്യൂമറേറ്ററിൻ്റെ LCM, ഡിനോമിനേറ്ററിൻ്റെ HCF. അപ്പോൾ കാര്യം നമുക്ക് LCM ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തുടങ്ങുന്ന അപ്പോൾ LCMലാണ്. അപ്പം നമുക്കിവിടെ ന്യൂമറേറ്ററായിട്ട് വന്നിരിക്കുന്നത് 3ഉം 5ഉമാണ്. അപ്പം 3ൻ്റെയും 5ൻ്റെയും LCM എങ്ങനെയാണ്? LCM ചോദിച്ചാൽ ഇത് രണ്ടും പൊതുവായിട്ടൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് പറയാം 3 × 5 15 ഇയാളുടെ LCM. ഇനി 4, 8 ഇന്ന് ഇവയുടെ HCF ചോദിച്ചാൽ എന്ത് പറയാം? ഈ രണ്ടിനും പൊതുവായിട്ട് ആരുണ്ട്? 4നെയും 8നെയും നമ്മളിങ്ങനെ എടുത്താൽ 2നെ 4 കൊണ്ട് പറ്റും. 1 തവണ 2 തവണ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുടെ പേരാണ് HCF. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും HCF എത്ര? 4 ആണ്. ഇനി നമ്മുടെ ഉത്തരം പറ എങ്ങനെയാണ്? ന്യൂമറേറ്ററിൻ്റെ LCM എത്രയാണത്? 15. ഡിനോമിനേറ്ററിൻ്റെ HCF എത്രയാണത്? 4. അപ്പോൾ ആൻസർ എത്ര വന്നു? 15/4 അഥവാ ബി ഓപ്ഷനാണ് നമ്മളുടേത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഭിന്നസംഖ്യകളുടെ LCM ചോദിച്ചാൽ ന്യൂമറേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ HCF കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടി എഴുതുമ്പോൾ നമ്മുടെ ആൻസറായി. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എത്രയോ രൂപയ്ക്ക് ഞാൻ വാങ്ങി, അല്ലേ? വാങ്ങിയത് എത്രയെന്ന് എനിക്കറിയില്ല, അതിൻ്റെ വാങ്ങിയ വില എനിക്കറിയില്ല. ആ വാങ്ങിയ വിലയുടെ 30% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70%. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ 100 രൂപയ്ക്ക് കിട്ടേണ്ട സാധനമാണ് എനിക്ക് 70 രൂപ കിട്ടിയുള്ളൂ. അതാണ് 70% എന്ന് പറയുന്നത്. യഥാർത്ഥ വിലയുടെ 70%, അതാണ് 30% നഷ്ടം എന്ന് പറഞ്ഞാൽ. അങ്ങനെ 70% രൂപയ്ക്ക് വിറ്റു. അപ്പോഴാണ് എനിക്ക് എത്ര രൂപ കിട്ടിയത്? 700 രൂപ കിട്ടിയത്. അപ്പോൾ ഞാൻ വാങ്ങിയ വസ്തു ഏതാണെന്ന് എനിക്കറിയില്ല. ആ വസ്തുവിന് 30% നഷ്ടമുണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയത് ഇപ്പോൾ 100 രൂപയ്ക്കാണെങ്കിൽ അത് 30 രൂപ കുറച്ച് കൊടുത്തു, 70 രൂപയ്ക്ക് കൊടുത്തു. അതിനാണ് 70% എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വാങ്ങിയ വിലയുടെ 70%ആണ് 700. എങ്കിൽ വാങ്ങിയ വില എന്തായിരിക്കാം? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ
ഇവിടെ ഉള്ള 700 ആദ്യം കാണിക്കുക, ഇൻറ്റു ഈ വന്നിരിക്കുന്ന ആളെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് കാണിക്കണ്ടേ. അപ്പോൾ ഒരു 100/70 എന്നാകും. ഒരു 0 0 വെട്ടി, 7ഉം 70ഉം കൂടെ 10 തവണ, അങ്ങനെ 10 × 100 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 രൂപയാണ് ആ വസ്തുവിൻ്റെ വാങ്ങിയ വില. ആ സാധനം വാങ്ങിച്ചത് 1000 രൂപയ്ക്കാണ്. നമ്മുടെ ഓപ്ഷൻ ബി കിടപ്പുണ്ട് 1000 എന്ന്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, √0.111111 ഇൻറ്റു 0.44444 എക്സെട്ര അല്ലേ. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് അയാളുടെ റൂട്ട് എടുക്കണം. അതിന് തുല്യമായത് ഏതെന്നാണ് ചോദ്യം. ഇപ്പം 2 കാര്യം അവിടുന്ന് പഠിച്ചാൽ ചെയ്തു വരത്തുള്ളൂ. അതിലൊന്ന് ഈ റെക്കറിങ് ഡിജിറ്റ്സ്, ആവർത്തിച്ച് പോകുന്ന ആളുകളെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു 5ഓളം മെത്തേഡുകളുണ്ട്. 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊന്നാമത്തെയാണിത്. എങ്ങനെ? ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ 0.5555 ഇങ്ങനെ വന്നാൽ നമ്മുടെ അർത്ഥം എന്താണ്? നമ്മൾ പറയുന്നത്രേ ഉള്ളൂ, 5 ഒരക്കമല്ലേ ഡിജിറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരക്കമല്ലേ ആവർത്തിച്ചിട്ടുള്ളൂ. എങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം 9 5/9 എന്നാണ് ഇയാളുടെ സിംപ്ലിഫൈഡ് ഫോം. ഇപ്പോൾ 0.777777 എന്നാണെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുക? അതിനെ എങ്ങനെ ഷോർട്ടിൽ എഴുതും? 7 എന്ന് എഴുതുക. ആ 7 മാത്രം ഒരു ഡിജിറ്റേ ഉള്ളൂ. അതിനെങ്ങനെ? 7/9 എന്ന് പറയണം. ഇതാണ് അയാളുടെ സിംപ്ലിഫൈഡ് ഫോം. അപ്പം നമ്മുടെ റൂട്ടിനകത്തുള്ള ആളെന്ന് പറഞ്ഞ് 0.1111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്ര. അപ്പോൾ 0.1111 എന്ന് നമുക്ക് എങ്ങനെ പറയാം? നമ്മളിപ്പോൾ പഠിച്ച പോലെ 1 കാണിച്ചു, താഴെ എത്ര കാണിക്കണം? 9 കാണിക്കണം. ഇവിടെ 0.444 ആകുമ്പോഴത്തേക്ക് 4 കാണിക്കണം, താഴെ 9 കാണിക്കണം. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. ഇപ്പം എക്സെട്ര ഒന്നും ഇല്ലാത്ത നമുക്ക് ഇൻറ്റു ചെയ്യാം. എങ്ങനെ ഇൻറ്റു ചെയ്യുക? ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 1 × 4 9 × 9 81. ഇനി റൂട്ട് എടുക്കുക. 4/81 എന്ന് വെച്ചാൽ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. 81ൻ്റെ എത്രയാണ്? 9 ആണ്. ഈ 2/9 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഈ 5/9ൻ്റെ മറ്റൊരു രൂപമാണ് 0.5555. 7/9 എന്നുള്ളതിനാണ് നമ്മൾ 0.777 പറഞ്ഞത്. അപ്പോൾ 2/9 ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 0.222 എക്സെട്ര. ഇവിടെ നമ്മുടെ സി ഓപ്ഷൻ കിടപ്പുണ്ട്, 0.2222 എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം, സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും 25ാം സ്ഥാനത്തും പിന്നിൽ നിന്നും 13ാം സ്ഥാനത്തുമാണ്. എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇപ്പോൾ ആശയാണ്ട നമ്മളാണ് ആ ക്ലാസ്സിൽ മുന്നിൽ നിന്ന് ഒരു വരിയിൽ നമ്മൾ നിൽക്കുകയാണ്. മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ നമ്മൾ 25ാമതാണ്, പുറകിൽ നിന്ന് എണ്ണിയപ്പോൾ നമ്മൾ 13ാമതാണ്. അപ്പോൾ നമ്മൾ ആകെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 25ഉം 13ഉം കൂടെ ഒന്ന് കൂട്ടുക. കൂടിയപ്പോൾ 38 കിട്ടി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിനകത്ത് 2 തവണ നിങ്ങളെ കൂട്ടി. മുന്നിൽ നിന്ന് എണ്ണിയപ്പോഴും നിങ്ങളുണ്ട്, പിന്നിൽ നിന്ന് എണ്ണിയപ്പോഴും നിങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ 2 തവണ വന്നപ്പോഴാണ് 38 ആയത്. അങ്ങനെ നിങ്ങൾ ഒരു തവണ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ 38 1 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 37 പേര് വരിയിലുണ്ട്. അങ്ങനെയാണ് അവർ 1 കുറക്കുന്നത്. നിങ്ങളെ 2 തവണ മുന്നിൽ നിന്ന് നിങ്ങൾ എണ്ണുമ്പോൾ നിങ്ങളുണ്ട്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ നിങ്ങളുണ്ട്. അപ്പോൾ 2 തവണ ആ എണ്ണത്തിൽ നിങ്ങൾ വന്നു, ഒരു തവണ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു തവണ കൂടുതലാണ്, അതുകൊണ്ടൊരു 1 കുറക്കണം. അങ്ങനെയാണത് കുറച്ചത്. അപ്പോൾ എത്രയായി? 37 ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്നാണെങ്കിൽ n × n+1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി 1 2 3 എക്സെട്ര n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ആൻസർ എത്ര? n+1/2 എന്നാണ്. അപ്പോൾ നമുക്ക് n ഇവിടെ എത്ര? 100 എന്നുണ്ട് അല്ലേ? ആദ്യത്തെ n ആകുമ്പോൾ n എന്നുള്ള 100 കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ്? 100 + 1/2. 100 + 1 എത്ര? 101/2. 101 ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലാതെ വെട്ടി ചെയ്താലും മതി കേട്ടോ. 10ൽ എത്ര ആശമുണ്ട്? 5 തവണ. 2 10.
ശിഷ്ടമില്ല, 1 ഇറക്കി എഴുതി, 1 അടങ്ങില്ല, അടങ്ങാത്തപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത സ്ഥാനം ഇറക്കി എഴുതുന്നില്ലാത്ത കൊണ്ടാണ് നമ്മൾ ദശാംശം കാണിക്കുക. ദശാംശം ഇട്ടാൽ ഒരു 0 ഇട്ട് കൊടുക്കാം. 10 എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ. അങ്ങനെ ആൻസർ 50.5 എന്നാണ് ആൻസർ. ഡി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, രാജുവിന് അവൻ്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അവൻ്റെ അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാവും. എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര? നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ രാജുവിൻ്റെ അനിയൻ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ എത്ര വയസ്സ്? ഇപ്പോൾ അനിയന്, രാജുവിനല്ല, രാജുവിൻ്റെ അനിയന് എത്ര വയസ്സുണ്ട്? എക്സ് ആണെന്ന് വിചാരിക്കും. എങ്കിൽ രാജുവിന് എത്ര വയസ്സുണ്ടാവും? എക്സ് പ്ലസ് 10 കാര്യം എന്താണ്? അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് ഇപ്പോഴത്തെ അവസ്ഥ, അല്ലേ? ഇനി എന്താണ്? 5 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 2 പേർക്കും 5 വയസ്സ് കൂടണം. അപ്പോൾ ഈ എക്സ് ഉള്ള ആളുടെ വയസ്സ് എത്ര? അനിയൻ എത്ര വയസ്സുണ്ടാവും? അനിയന് എക്സ് പ്ലസ് 5 എന്ന് പറയും. കാര്യം 5 വർഷം കൂടുമ്പോൾ 5 വയസ്സ് കൂടി. രാജുവിനും 5 വയസ്സ് കൂടണം. എക്സ് പ്ലസ് 10 ഇപ്പോഴുണ്ട്, 5 വയസ്സ് കൂടുമ്പോൾ എത്രയായി? എക്സ് പ്ലസ് 15 ആകും. ഇതാണ് 5 വർഷം കഴിയുമ്പോഴുള്ള ഇവർ രണ്ടുപേരും വയസ്സ്. ആ സമയത്ത് അവിടെ ഒരു റിലേഷൻ പറയുന്നുണ്ട്. എങ്ങനെയാണ്? രാജുവിൻ്റെ വയസ്സെന്ന് വെച്ചാൽ അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. എന്ന് വെച്ചാൽ എന്തർത്ഥം? ഈ അനിയൻ്റെ വയസ്സ് എത്രയാണോ അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നത് രാജുവിൻ്റെ വയസ്സിന് തുല്യമാണ്. അതാണല്ലോ അതിൻ്റെ അർത്ഥം. ഉണ്ടോ? അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പം നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ എക്സ് പ്ലസ് 15 ഉണ്ട്. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 5. നമുക്ക് എക്സ് എല്ലാം ഒരു സ്ഥലത്തോടെ, ഇപ്പോൾ എക്സ് ഇവിടെ ഉണ്ട്, അപ്പോൾ ആ എക്സിനെ അവിടെ കാണിച്ചു. ഇനിയോ ഇവിടെയുള്ള 2 എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എത്ര? -2x. ഇവിടെ 10 ഉണ്ട്. ഈ പ്ലസ് 15 ഇങ്ങോട്ട് വരുമ്പോൾ -15 ആയി. എക്സിൻ്റെ അകത്ത് നിന്ന് 2x പോയാൽ എത്ര? -x അഥവാ -1x. ഇതെത്രയാണ്? 10ൻ്റെ അകത്ത് 15 പോയാൽ -5. ആ മൈനസും പോയപ്പം എക്സ് എത്ര കിട്ടി? 5. എന്ന് വെച്ചാൽ അനിയൻ്റെ വയസ്സാണല്ലോ എക്സ് ആയിട്ട് എടുത്തത്. എക്സ് എന്ന് പറഞ്ഞാൽ 5 വയസ്സുണ്ട് അനിയന്. അനിയൻ 5 വയസ്സുണ്ട്. അനിയനേക്കാളും 10 വയസ്സ് കൂടുതലാണ് രാജുവിന്. അപ്പോൾ രാജുവിന് എത്രയായിരിക്കും? 5 + 10 എത്ര വയസ്സുണ്ട് രാജുവിന്? 15 വയസ്സാണ് രാജുവിന് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കിയാൽ അവിടെ ഓപ്ഷനുണ്ട്. സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 100 × 83 × 39 9 കൊണ്ട് ഹരിച്ചാൽ ഉള്ള ശിഷ്ടം എത്ര? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊരു സംഖ്യ തന്നിട്ട് ഇയാളെ ഇത്ര സംഖ്യ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഓരോ സംഖ്യകളെയും, ഇപ്പം ഇവിടെ 100 ഉണ്ട്, പിന്നെ 83, പിന്നെ 39, ഈ ഓരോ സംഖ്യകളെയും 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഏതാണോ പറഞ്ഞിരിക്കുന്നത് അതും ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ ശിഷ്ടം എത്രയാണോ അതാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ 9, 100 എത്ര പ്രാവശ്യമുണ്ട്? 9 11 തവണ. 10 9 ആകുമ്പോൾ 90, 11 9 ആകുമ്പോൾ 99. അപ്പോൾ പട്ടികയിൽ ഇപ്പോൾ 99 വന്നുള്ളൂ. ഇവിടെ 100 കിടപ്പുണ്ട്. അപ്പോൾ മിച്ചം എത്രയുണ്ട്? 1. ആ മിച്ചമുള്ളതാണ് നമുക്ക് ആവശ്യമേ. ഇതുവരെ 83 പട്ടികയിലേക്ക് 9 9 81 വന്നിട്ടുള്ളൂ. ഇവിടെ 83 ഉണ്ട്. മിച്ചം എത്ര വന്നു? 2 ഉണ്ട്. ഇതുപോലെ 39 എത്ര പ്രാവശ്യമുണ്ട്? 9 4 36. മിച്ചം ഇവിടെ എത്രയുണ്ട്? ഇതിനകത്ത് 3 ഉണ്ട്. ആ മിച്ചം കിട്ടിയ സംഖ്യകളെ ഇൻറ്റു ചെയ്യുക. 1 × 2 × 3 എത്ര കിട്ടി? 6. അയാളെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു പ്രാവശ്യം പറയണമെങ്കിൽ പോലും 9 എന്ന് വരണം. 9 9 എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഈ താഴെ വന്നിരിക്കുന്ന സംഖ്യയേക്കാൾ ചെറിയ സംഖ്യയാണ് മുകളിൽ വന്നിരിക്കുന്നതെങ്കിൽ അയാളെ തന്നെയാണ് ശിഷ്ടമായി കൺസിഡർ ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ ശിഷ്ടം എത്ര കിട്ടും? 6 എന്ന് തന്നെയാണ് ശിഷ്ടം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യുന്ന രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള സംഖ്യകളെ ഓരോ സംഖ്യകളെയും ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ശിഷ്ടങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ആ പ്രൊഡക്റ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 6:210 ആസ് 10:. അപ്പം 6:210 എന്ന് പറയുന്നത് 10:- എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെയുള്ളൂ. ഈ 6 എന്ന് പറയുന്ന ആൾ ഈ 210 എന്നുള്ള എങ്ങനെയാണ്? 6ൻ്റെ ക്യൂബ് എടുത്തിട്ട് ആ 6 തന്നെ കുറച്ചു. 6ൻ്റെ ക്യൂബ് 216 216 നിന്ന് 6 കുറച്ചു, ഈ 6 തന്നെ കുറച്ചു. അപ്പം 6:210 എന്ന് കിട്ടി. അപ്പോൾ അവിടെ അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ 10. അപ്പോൾ ഇവിടെ 10ൻ്റെ ക്യൂബ് എടുത്തിട്ട് 10 കുറക്കണം അല്ലേ? 10ൻ്റെ ക്യൂബ് 1000 1000-ൽ നിന്ന് എത്ര കുറക്കണം? 10 കുറക്കുമ്പോൾ 990 എന്ന് പറയുന്ന ആൻസറാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത് ഓപ്ഷനായിട്ട്. 994 പറയുന്നത് കേട്ടു, പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല. ഇവിടെ 6 തന്നെ ഇവിടെ കുറക്കണമെന്നുള്ള പ്രപ്പോർഷനായിട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ നേച്ചർ അനുസരിച്ച് 6³ - 6 ആ ക്യൂബ് എടുത്ത സംഖ്യ തന്നെ കുറക്കുന്നതായിട്ടുള്ള നേച്ചറായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ 990 ആണ് ആൻസർ. അടുത്ത ചോദ്യം, 57 + 61 + 65 + 69 + 73 + 77 ഓൾ ഡിവൈഡഡ് ബൈ 30 എത്ര? നമ്മളതിന് ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടണം. നമ്മുടെ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ഒന്ന് പ്ലസ് ചെയ്യുക. ഇവിടെ ഇട്ട് തന്നെ കൂട്ടാം, അല്ലെങ്കിൽ നേരെ ഇങ്ങനെ എഴുതി കൂട്ടിയാലും മതി. 57 61 65 69 73 77 7 3 10 19 1 20 25 7 32 2 ശിഷ്ടം 3 3 5 8 8 6 14 14 6 20 26 26 7 33 33 7 40 402 എന്ന് കിട്ടി. പ്ലസ് ചെയ്തപ്പോൾ ആ 402 എത്ര വെച്ച് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കിപ്പോൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ൻ്റെ ടേബിൾ കൊണ്ട് വെട്ടിയാൽ മതി. 3ൻ്റെ ടേബിളാണ് എളുപ്പം നല്ല. 3 ആകുമ്പോഴത്തേക്ക് താഴെ 10 അല്ലേ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. 3ൻ്റെ ടേബിൾ മേളിൽ പറഞ്ഞ മേളിൽ 4 ഒരു തവണ, ശിഷ്ടം 1 10 3 തവണ, ശിഷ്ടം 1 4 തവണ. 134/10 എന്ന് വന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാർഗ്ഗം എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. 13.4 എ ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 179 157 113 164. നമ്മൾ ഈ അഭാജ്യ സംഖ്യകളെന്ന് പറയില്ലേ, പ്രൈം നമ്പർ. അപ്പോൾ ഈ 100-നും 200-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളിൽ വരുന്ന സംഖ്യകളൊക്കെയാണ്. 179 അതിനിടയിലുള്ളൊരു അഭാജ്യ സംഖ്യയാണ്. 157 അതിനിടയ്ക്കുള്ളൊരു പ്രൈം നമ്പർ അഭാജ്യ സംഖ്യയാണ്. 113 ഒരു അഭാജ്യ സംഖ്യയാണ്. പക്ഷേ 164 എന്തല്ല, ഇതൊരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളതാരാ? ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 164 മാത്രം ആരല്ല? പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് ഒറ്റയാൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ 164 കാര്യം അതൊരു അഭാജ്യ സംഖ്യയല്ല, പ്രൈം നമ്പറല്ല. ബാക്കി തന്നിരിക്കുന്ന എല്ലാ ആളുകളും അഭാജ്യ സംഖ്യ ഗണത്തിൽപ്പെടുന്നവരാണ്. അടുത്ത ചോദ്യം, -2 1 6 13. ഇവയുടെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശ്രേണി ഒന്ന് നിങ്ങൾ നോക്കിക്കേ. -2 1 6 13 എക്സെട്ര.
നമുക്കാദ്യം ഈ 13ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം പറയാം. വ്യത്യാസം പറയുമ്പോൾ ആദ്യം 13 എഴുതണം. 13ൻ്റെ അകത്ത് നിന്ന് 6 കുറക്കണം. എത്ര വ്യത്യാസം? 7 ഈ 6ഉം 5ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 6 - 1 എത്രയാണ്? 5. അപ്പോൾ 1ഉം -2 തമ്മിൽ വ്യത്യാസം എങ്ങനെ പറയും? ആദ്യം 1 എഴുതണം, -2 കാണിക്കണം, കുറക്കണം. 2 -1 പ്ലസ് ആയി. അപ്പോൾ എത്രയായിട്ട് വരും? 3 വ്യത്യാസം. അപ്പം ആദ്യം -2ഉം 1ഉം തമ്മിൽ വ്യത്യാസം 3. അടുത്ത വ്യത്യാസം എത്ര? 5. അടുത്ത വ്യത്യാസം എത്ര? 7. അപ്പോൾ 3 കൂടി 5 കൂടി 7 കൂടി അടുത്ത എത്ര കൂടണമായിരിക്കും? 9 പ്ലസ് ചെയ്യണം. ഉണ്ടോ? 3, 5, 7 അടുത്ത ആര് വരണം? 9 വരണം. അപ്പോൾ 9 പ്ലസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ പറയാം? നമുക്കിപ്പോൾ ഉള്ളത് 13 13ൻ്റെ കൂടെ നമുക്ക് 9 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 22 എന്നാണ് നമ്മുടെ അടുത്ത ആൻസർ. അപ്പോൾ അത് ആ ശ്രേണിയിലെ അടുത്ത സംഖ്യ ആരാണ്? 22 എന്നാണ്. അടുത്ത ചോദ്യം, 8/125 തുല്യം ആയത് ഏത്? എന്ന് വെച്ചാൽ 8/125 നമുക്ക് സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് കറക്റ്റ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കിതല്ലാതെ ചെയ്യാം. ഈ 125 എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഘടകങ്ങൾ ചെയ്താൽ 5 25 തവണ 5 5. അപ്പോൾ ഈ 125 എന്ന് വെച്ചാൽ 5 × 5 × 5. മുകളിൽ ആരുണ്ട്? 8 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാർഗം ഈ താഴെ 10 100 1000 പെട്ടെന്നാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു 5 ഈ 5നെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ ഇയാൾ എന്തായിട്ട് മാറും? 10 മാറും. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഞാൻ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. അടുത്തൊരു 5 അയാളെയും എനിക്ക് 10 ആക്കണം. അപ്പം ഞാൻ വീണ്ടും എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. വീണ്ടും ഇവിടെ ഒരു 5 ഇയാളെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. താഴെ ഗുണിക്കുന്നുണ്ട്, മുകളിലും ഗുണിച്ചു. ഉണ്ടോ? അപ്പോൾ മുകളിൽ എങ്ങനെ? I2 10. താഴെ ഒരു പ്രാവശ്യം 10 വന്നു, വീണ്ടും I2 10, വീണ്ടും I2 10, 3 പ്രാവശ്യം 10 വന്നു. എന്ന് വെച്ചാൽ താഴെ 1000 എന്ന് വന്നു. മുകളിലോ 8 ഇൻറ്റു ഉണ്ട് 2 2 2 ഇൻറ്റു 2 4 4 2 8. അപ്പം മുകളിൽ 8 × 8 എന്നാണ് മുകളിൽ വന്നിരിക്കുന്നത്. ആ 8 × 8 എത്രയാണ്? 64. 64നെ 1000 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ താഴെ 3 0 3 സ്ഥാനം മാറ്റി കുത്തരണം. അപ്പോൾ നമുക്ക് എങ്ങനെ 3 സ്ഥാനം ഇടാം? 64 കാണിക്കുമ്പോൾ 2 സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 0 കൂടി ഇട്ടിട്ട് നമുക്കിവിടെ ദശാംശം കാണിക്കാം. അപ്പോൾ ആൻസർ 0.064 എന്നാണ് ആൻസർ. അല്ലാതെ കൊണ്ട് നമുക്ക് കള്ളം വരച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. ഞാൻ ഇത്രയുടെ എളുപ്പമാർഗ്ഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെ ചെയ്താലും 0.64 കിട്ടുള്ളൂ. അടുത്ത ചോദ്യം, 3 × 25 -32 ഡിവൈഡഡ് ബൈ 4 +10 -18. നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ബോട്ട് മാസിൻ്റെ ലോയിലാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. 3 × 25 -32 ഡിവൈഡഡ് ബൈ 4, പിന്നെ ഒരു +10, പിന്നെ -18. ബോട്ട് മാസ് അനുസരിച്ച് നമുക്കറിയാം ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതേ ഡിവിഷൻ ടൈം ഇവിടെയുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതിയേക്കുക. 3 × 25 ആ മൈനസ് അങ്ങനെ തന്നെ, ഇവിടെയുള്ള +10 -18 ഇതെല്ലാം അങ്ങനെ തന്നെ. 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 8 എന്ന് കിട്ടാം. അതാണ് അടുത്ത ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്താ? ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 3 × 25 എത്ര? 75. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതുക. -8 +10 -18. ഇനി ഒരേ ചിഹ്നമുള്ള ആളുകൾ തമ്മിൽ പ്ലസ് ചെയ്യണം. 75ന് പ്ലസ് ചിഹ്നമാണ്, 10നും പ്ലസ് ചിഹ്നമാണ്. തമ്മിൽ പ്ലസ് ചെയ്യുക. 75ഉം 10ഉം എത്ര? 85. -8ഉം -18 രണ്ടും ഒരേ ചിഹ്നമാണ്. അപ്പോൾ തമ്മിൽ കൂട്ടി അതേ ചിഹ്നം. 18ഉം 8ഉം കൂടെ കൂട്ടുക, 26. ആ മൈനസ് തന്നെ കാണിക്കുക. ഇനി എന്ത് ചെയ്യണം? 85ൽ നിന്ന് 26നെ
കുറക്കുക. 5ൻ്റെ 6 പോകത്തില്ല. അപ്പോൾ ഇവിടുന്ന് കണ്ടെടുക്കുമ്പോൾ ഇവിടെ 7, ഇവിടെ 15, 15 6 പോയാൽ 9, 7 2 പോയാൽ 5. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 59 എന്ന ആൻസർ. എ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇവിടെ സമയമാണ് ചോദ്യം. ആദ്യം 225 മീറ്റർ നീളമുള്ള തീവണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്നെടുക്കേണ്ടത് 225 മീറ്റർ എന്നാണ്. അത് കഴിഞ്ഞാലോ മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗം എന്ന് വെച്ചാൽ സ്പീഡ് തന്നിരിക്കുന്നത് 54 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ്. ഇവിടെ നമുക്ക് മീറ്റർ തന്നിരിക്കുന്നു, ഇവിടെ കിലോമീറ്റർ തന്നിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പോൾ ഇയാളെ മാറ്റാം. ഈ കിലോമീറ്റർ പെർ മണിക്കൂറിനെ നമുക്ക് മാറ്റാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. കണ്ടോ, 18 × 3 ആണ് 54. വെട്ടിക്കളഞ്ഞില്ലേ? ഇനി 3 5 കൂടെ ഗുണിക്കുമ്പോൾ ഇടാം, 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇപ്പോൾ ശരിയായി, ഇവിടെ മീറ്ററായി, ഇത് ഇവിടെ മീറ്ററായി. ഇനി നമുക്ക് ചെയ്യാം. സമയം കണ്ടുപിടിക്കാൻ, ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 225. സ്പീഡ് എത്രയാണ്? 15. നമുക്കിതൊരുപാട് വെട്ടിപ്പോകേണ്ട കാര്യമില്ല. കാര്യം 15 × 15 ആണ് 225. 15ൻ്റെ സ്ക്വയറാണ്. മനസ്സിലായി? അപ്പോൾ 15ഉം 225 കൂടെ വെട്ടുന്ന എങ്ങനെയായിരിക്കും? മിച്ചം 15 ഉണ്ടാവും. കാര്യം 225 എന്ന് വെച്ചാൽ 15 × 15 എന്നാണല്ലോ. താഴെ ഒരു 15 വന്നില്ലേ? അപ്പോൾ ഒരെണ്ണം വെട്ടിപ്പോവും, മിച്ചം ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആൻസർ എത്ര കിട്ടി? 15 സെക്കൻഡ് എന്ന നമ്മുടെ ആൻസർ. നമ്മുടെ ഡി ഓപ്ഷനിലാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർന്നാൽ ശരാശരി ഭാരം എത്ര? അപ്പോൾ ഇപ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എത്ര പേരുണ്ട്? 11 പേര് ഇതിനകത്തുണ്ട്. ഈ 11 പേര് ഉള്ളപ്പോൾ നമുക്ക് ശരാശരി എത്രയാണ്? 43 ആണ്. അപ്പോൾ 11 കുട്ടികളുടെ ശരാശരി 43. എങ്കിൽ 11 കുട്ടികളുടെ ആകെ ഭാരം എത്രയായിരിക്കാം എന്ന് വെച്ചാൽ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കണം. 11 × 43 എന്ന് പറയുമ്പോൾ 473 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ആ ക്ലാസ്സിലിരിക്കുന്ന 11 കുട്ടികളുടെ ഭാരം ഓരോരുത്തരുടെയായിട്ട് എഴുതി പ്ലസ് ചെയ്താൽ 473 കിലോഗ്രാം കിട്ടും. ഇനി ഒരാൾ കൂടെ പുതുതായിട്ട് വന്നിരിക്കുന്നു, 40 കിലോഗ്രാമുള്ള പുതിയൊരാൾ വന്നിരിക്കുന്നു. അപ്പോൾ 473 ഇപ്പോൾ ഉണ്ട്, അതിലേക്ക് ഒരാൾ കൂടെ വന്നു. എത്ര കിലോഗ്രാമുള്ള? 40 കിലോഗ്രാമുള്ള ഒരാൾ കൂടെ വന്നു. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ആകെ ഭാരം പറയുമ്പോൾ എത്ര? 3 7 4 11 ശിഷ്ടം 1 513. ഇപ്പോൾ ആകെ ഭാരം 513 കിലോഗ്രാം ഉണ്ട്. ഇപ്പോൾ 513 കിലോഗ്രാമാണ് ആകെ ഭാരം. ശരാശരി ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ശരാശരി ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ആകെ ഭാരത്തെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കണം. ആകെ എണ്ണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 11 പേരുണ്ടായിരുന്നു, ഒരാളും കൂടെ വന്നു. അപ്പോൾ എത്ര പേരായി? 12 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 513നെ 12 കൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യണം. സാധാരണ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് വെട്ടി ചെറുതാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. നമുക്ക് 3 കൊണ്ട് നമുക്കൊന്ന് വെട്ടി ചെറുതാക്കാം. 12 3ൻ്റെ ടേബിളിൽ 4 തവണ, 5ൽ 3 1 തവണ, ശിഷ്ടം 2, 21ൽ 7 3 21, ശിഷ്ടം ഒന്നുമില്ല, 3ൽ 1 തവണ, 171 കിട്ടി. നമുക്ക് 171നെ 4 കൊണ്ട് ഇങ്ങനെ ഹരണ കോളത്തിൽ ചെയ്യാം. 4 കൊണ്ട്
17 4 തവണ 4 4 16 ശിഷ്ടം 1 ഒരു 1 ഇറക്കി എഴുതി 2 തവണ 8 ശിഷ്ടം എത്ര 3 പോയിൻ്റ് ഇട്ടു 30 എത്ര പ്രാവശ്യം 7 തവണ 7 4 28 ശിഷ്ടം എത്ര 2 ദശാംശം ഉള്ളതുകൊണ്ട് 0 കൊടുക്കാം 20 4 എത്ര തവണ 5 തവണ അപ്പോൾ എത്ര 20 ശിഷ്ടം 0 അപ്പോൾ ആൻസർ എത്ര കിട്ടി 42.75 നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം 1/2 പ്ലസ് 3/16 പ്ലസ് 5/64 എത്ര? നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് എഴുതാം. 1/2 3/16 പ്ലസ് 5/64. നമുക്ക് ഇവിടെ LCM എടുത്ത് ചെയ്യാം. അതിൻ്റെ എളുപ്പമാർഗം ഈ 2ൻ്റെയും 16ൻ്റെയും 64ൻ്റെയും LCM എന്ന് വെച്ചാൽ 64. കാര്യം ഈ 64ൻ്റെ ഘടകങ്ങളാണ് 16ഉം 2ഉമല്ല. അപ്പം നമുക്ക് എളുപ്പമാർഗത്തിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നോക്കണം, എല്ലാ ആളുകളെയും ഡിനോമിനേറ്റർ 64 ആക്കാൻ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഇവിടെ ഇപ്പം 3/16 എന്ന് കിടപ്പുണ്ട്. 3/16 എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 3/16നെ ഈ താഴെ 64 ആക്കാൻ എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിനെ ഇതുപോലെ 64 ആക്കണം. 16നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിട്ട് മാറും, 64 ആവും. അപ്പം ഞാൻ ഇവിടെ ഒരു 4 കൊണ്ട് ഗുണിച്ചു, താഴെ ഗുണിക്കുമ്പോൾ മുകളിലും 4 കൊണ്ട് ഗുണിക്കണം. ഇതുപോലെ ഇവിടെ 1/2 ആണ് കിടക്കുന്നത്. 64 ആക്കാൻ എത്ര വെച്ച് ഗുണിക്കണം, ഡിനോമിനേറ്ററിനെ 32. അപ്പം മുകളിലും 32 കൊണ്ട് ഗുണിക്കണം. ഇനി നോക്കിയാൽ ഇവിടെ 32 × 1 32 എന്ന് വന്നു, താഴെ 32 × 2 64 എന്നാണ്. ഇവിടെ 3 × 4 12 വന്നു, താഴെ 64 തന്നെ. ലാസ്റ്റ് 5/64. ഇപ്പോൾ എല്ലാ ഡിനോമിനേറ്ററും സെയിമായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ഡിനോമിനേറ്റർ മാത്രം നമുക്ക് കാണിച്ചാൽ മതി, സിംഗിൾ ഡിനോമിനേറ്റർ. മുകളിലുള്ള ആളുകൾ എന്താണ് ആരൊക്കെ, 32 പിന്നെ ഒരു പ്ലസ് 12 പ്ലസ് 5 എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 32 42 2 44 44 5 49 എന്ന് കൂട്ടുമ്പോൾ വരാം. അപ്പം മുകളിൽ 49 വരാം, താഴെ എത്ര വരാം, 64 വരാം. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം 13/7 16/7 19/7 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിൽ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏത്? നമുക്ക് ആ ശ്രേണി എഴുതി നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് 13/7. 7നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ എണ്ണൽ സംഖ്യ ആയിട്ട് വരില്ല. 16/7 എണ്ണൽ സംഖ്യയായിട്ട് വരില്ല. 19/7 എണ്ണൽ സംഖ്യയായിട്ട് വരില്ല. ഇനി അങ്ങനെ ഈ ശ്രേണിയുടെ പ്രത്യേകത 3 കൂടി പോവുകയാണ്. 13 3 കൂടിയപ്പോഴാണ് 16, വീണ്ടും 3 കൂടിയപ്പോൾ 19, ഇനി 3 കൂടുമ്പോൾ എത്ര വരാം, 22. 22/7 നമുക്ക് പറ്റത്തില്ല, പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും 3 കൂട്ടുക, 22 3 25/7 അവിടെയും പറ്റത്തില്ല. അടുത്ത 100 കൂട്ടിക്കേ, 25 3 കൂട്ടുമ്പോൾ എത്ര, 28/7. ഇത് കൃത്യമായിട്ട് പറ്റും. 7 4 28 എന്നാണ്. അപ്പം 28/7 എന്ന് പറഞ്ഞാൽ ശ്രേണിയിലെ പദമാണ്. പക്ഷേ അവർ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ 28/7 എന്ന് പറയുന്നതിന് മറ്റൊരു ഫോമാണിത്. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, കൃത്യമായി 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ കിട്ടും. അപ്പോൾ ആ ശ്രേണിയിൽ വരാവുന്ന ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദമാരാണ്, 4 എന്നാണ്.